ഓക്കെ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന്, കുട്ടികളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇനി ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞു വന്നത്. നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് എന്നല്ല, ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മൾ കുട്ടികൾ ആ പഠിക്കുന്ന ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. കാരണം നമുക്ക് ഒരുപാട് അനാവശ്യ ചിന്തകൾ വരത്തില്ല. പറഞ്ഞ മനസ്സിലായി. നമ്മൾ എന്ത് കാര്യം പഠിക്കണം, അത് ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കുന്ന സമയത്താണ്. ചിലപ്പം നമ്മൾ നിർബന്ധിച്ച് പഠിക്കുന്ന കേസ് വേറെ. അവൻ ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കുന്ന സമയത്ത് അവൻ അത് കളിയിലൂടെ പഠിക്കുക. അപ്പം ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് നമ്മൾ പഠിച്ചാൽ നമ്മൾ തലയിരിക്കത്തില്ല. നമ്മളത് കളികളിലൂടെയും മനസ്സിൻ്റെ വിഷ്വലൈസേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി നമ്മൾ വളർത്തി അതിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അത് പതിയാണ്. നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തലങ്ങളിലോട്ട് അത് പതിയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ജസ്റ്റ് ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചില കാര്യങ്ങൾ, നമ്മൾ പണ്ടത്തെ ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് വരും. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ അത് പതിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഫാദർ അല്ലെങ്കിൽ മദറിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ഫീലിങ്സ് നമുക്ക് വരും. കാരണം നമ്മുടെ ഓർമ്മകൾ അത്രത്തോളം നമ്മുടെ ബ്രെയിനിൻ്റെ ഇതിനകത്ത് അത് ഉണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലും ഈ നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ അതിനെ ഓർക്കുന്നില്ല. പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പേടിക്കുന്നു, ഒരുപാട് തോന്നലുകൾ, ഒരുപാട് വിചാരങ്ങൾ, ഇതെല്ലാം വന്നിട്ടാണ് നമ്മുടെ ഇതങ്ങ് ഡിപ്രസ്ഡ് ആയി പോകുന്നത്. അപ്പോൾ ഇനി മുതൽ മേൽക്കൊണ്ട് നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് ഇംഗ്ലീഷ് ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ കൂടെ അഗ്രസീവായിട്ട് നമുക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ എക്സ്പെക്ടിങ് എ ഫാസ്റ്റ് ചേഞ്ച് ഇൻ യു, വി ഹാവ് ടു ലേൺ ലൈക്ക് കിഡ്. അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും മ്യൂട്ട് ചെയ്യണേ, എന്നാലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ? ആരാണ് മ്യൂട്ട് ചെയ്യാതിരിക്കുന്നത്? ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ശ്യാമില്ല മാം. ഓക്കെ, ഫൈൻ. അപ്പോൾ എല്ലാവരും മ്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇനി മേൽക്കൊണ്ട് പഠിക്കുമ്പോൾ ഒരു കുട്ടിയായിട്ടുള്ള ലെവലിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. അതെങ്ങനെ പഠിക്കും? നമ്മുടെ ഏജിൻ്റെ ഒരു നമ്പർ അങ്ങ് കട്ട് ചെയ്ത് കളയാം. നമുക്ക് അതിൻ്റെ ആവശ്യം, നമുക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മളങ്ങ് കട്ട് ചെയ്യാം. സാർ എൻ്റെ ഏജ് 30 ആണ്, അപ്പം ഞാൻ 3 അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏജ് ഇല്ല. അങ്ങനെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 0 കട്ട് ചെയ്യുക, 3 കട്ട് ചെയ്യരുത്. അപ്പോൾ എനിക്ക് ഏജേ ഇല്ല, ഞാൻ ജനിച്ചിട്ടേ ഇല്ല എന്നുള്ളതാവും. അങ്ങനെ വരരുത്. ഒരു നമ്പർ കൊടുക്കുക, ആ ഫീൽഡിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുക. നമ്മുടെ മൈൻഡ് സ്വിച്ച് ചെയ്യാനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് അത്ര എന്തൂസിയാസം എടുത്ത്, അല്ലെങ്കിൽ അത്ര ഒബ്സർവേഷനിൽ, അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ക്രിയേറ്റീവായിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം എനർജറ്റിക് ലെവലിലോട്ട് വന്നിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി, എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കുന്നത് ആ ലെവൽ. കാരണം കുട്ടികൾക്കുള്ള വേറൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് ലാംഗ്വേജ് ഒക്കെ അവർ ഗ്രാസ്പ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ ബോർഡർ ഏരിയയിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ, അവരെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ അവർക്ക് പല ലാംഗ്വേജസ് അറിയാൻ പറ്റും. നമ്മൾ തന്നെ അതിശയിച്ചു പോകും. നമ്മളൊരു ഇംഗ്ലീഷ് പഠിക്കാൻ ഇത്രയും പാടുപെടുന്നു. അവർ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല ലാംഗ്വേജസ് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾ വിദേശത്താണ് കുട്ടികളുള്ളതെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. നമ്മളെക്കാളും പെട്ടെന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. കാരണം അവർ ഈ പറഞ്ഞ പോലെ ഗ്രാമറും ഇതൊന്നും പഠിച്ചിട്ടല്ല അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അവർ കേട്ട് ആ ലിസണിങ് എന്ന് പറയുന്ന ഇതിലൂടെയാണ് അവർ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയെടുക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് നിങ്ങൾക്ക് കുറേ പോഡ്കാസ്റ്റ് തന്നിട്ട് നിങ്ങളത് കേൾക്കാൻ പറഞ്ഞത്. എത്ര പേര് ഇതിനകത്ത് അത് കേൾക്കുന്നുണ്ട്? ഹാൻഡ് റൈസ് ചെയ്യാമോ? ഇതിനകത്ത് ഞാൻ തന്ന പോഡ്കാസ്റ്റ് കേട്ടിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിച്ച ആൾക്കാർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ആരും ഇല്ലേ? ഓക്കെ, 2 പേരേ ഉള്ളോ? ബാക്കി ആരും കേട്ടില്ല ഇതുവരെ? അപ്പോൾ ഇത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു കേൾക്കണം. അതായത് ലിസണിങ് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലിസണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കത് നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അത് നമ്മൾ അറിയാതെ നമ്മുടെ ഇതിലോട്ട് വരും. നമ്മൾ ഒരാൾ എങ്ങനെയാണ് ആ ഒരു സംഭാഷണ ശൈലി എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ആ വാക്കുകൾ ഉച്ചരിക്കുന്നത്, അത് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയാതെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് പറയും. ഞാൻ നിങ്ങൾക്കൊരു പ്രാക്ടീസിനായിട്ടാണ് ഞാൻ ഇനിഷ്യലി ഓരോ പോഡ്കാസ്റ്റ് തന്നത്. ചെറിയ ചെറിയ പോഡ്കാസ്റ്റാണ്, ഒരുപാട് വലിയ സമയമൊന്നും എടുക്കത്തില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ്, 6-5 വരുള്ളൂ. പിന്നെ കുറച്ച് ഇന്നലെ തന്ന കുറച്ച് കട്ടിയായിരുന്നു. ഞാൻ ഇന്ന് തന്ന കുറേ കൂടെ എളുപ്പത്തിനുള്ളതാണ് ഞാൻ ഇന്നലെ ഷെയർ ചെയ്ത ഒരു കിങ് ലെയർ എന്നുള്ള അതിൻ്റെ ഇത് ബേസ് ചെയ്തിട്ടുള്ള. സോ ഈ പോഡ്കാസ്റ്റുകൾ വേറെ എന്തിനല്ല, നിങ്ങളുടെ ലിസണിങ് എന്ന് പറയുന്ന സ്കിൽ സെറ്റും കൂടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനാണ്.
അതിന് ഞാൻ ഷെയർ ചെയ്ത് തന്നു. ഓക്കെ. പിന്നെ അടുത്ത ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇതിനകത്ത് എനിക്ക് ഹസ്ന മാം ഒരു ലിസ്റ്റ് ഓഫ് ഒരു കമ്മിറ്റഡ് പീപ്പിൾസിൻ്റെ ഒരു ലിസ്റ്റ് ഇതിനകത്ത് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവർക്ക്, കാരണം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവരെ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് മാത്രമായിട്ട് പോയാൽ അത് അവർക്ക് പ്രയാസമായിരിക്കും. കാരണം എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരെല്ലാവരും ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു മെസ്സേജ് ഇട്ട ആൾ അടുത്ത ദിവസം ആ മെസ്സേജ് അവർ ഇടത്തില്ല. അങ്ങനെ വരാൻ പാടില്ല. ആൾക്കാർ കുറവായിരുന്നാലും ആ കമ്മിറ്റഡ് ആയിരിക്കണം. അവരതിനകത്ത് ഞാൻ ഇത്ര ദിവസത്തിനകത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ള ലെവലിലുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അത് വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ അസൈൻമെൻറ്റ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ തലേദിവസം നിങ്ങൾ എന്താണ് ഇട്ടത് അതിന് ലിങ്ക് ചെയ്ത് വേണം അടുത്ത ദിവസം കൊടുക്കാൻ, അതുമായി ബന്ധപ്പെട്ട അസൈൻമെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിൻസിന് അത് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തോന്നും പോലെ അങ്ങ് അസൈൻമെൻറ്റ്സ് വരികയാണ്. അങ്ങനെ ഒരുപാട് അസൈൻമെൻറ്റ്സ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിനകത്ത് ട്രാക്ക് ചെയ്യാൻ വളരെ പ്രയാസം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ, അതായത് സ്ഥിരമായിട്ട് ഇതായിട്ട് ചെയ്യുന്ന ഹോംവർക്ക് ചെയ്യുക, അസൈൻമെൻറ്റ്സ് കൊടുത്താൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ വേറൊരു ഗ്രൂപ്പിലോട്ട് ഞാൻ മാറ്റുകയാണ്. അവർക്കായിരിക്കും വളരെ ഹാർഡായിട്ടുള്ള രീതിയിലുള്ള പ്രാക്ടീസ്. ഹാർഡെന്ന് പറയുമ്പോൾ ഇത് ഇന്ന് വരെ ചെയ്ത പോലെ ആയിരിക്കും. ഇതുവരെ ഉള്ളതൊക്കെ വളരെ എളുപ്പമായിരുന്നു. ഇനി അങ്ങോട്ട് പോകും തോറും നമ്മൾ ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടേയിരിക്കും. അയ്യോ സാർ, ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഞാൻ നിങ്ങൾക്ക് അസൈൻ ചെയ്യുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ വൊക്കാബുലറി കൂട്ടാനായിട്ട് ഞാൻ കുറേ വേർഡ്സ് തരും. ആ വേർഡ്സൊക്കെ നിങ്ങളെടുത്ത് എഴുതുക. അതുമായി ബന്ധപ്പെട്ടുള്ള സെൻറ്റൻസുകളൊക്കെ അതിനകത്തുണ്ടാവും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, അതിൻ്റെ മീനിങ്സ് ഒക്കെ അറിഞ്ഞു വയ്ക്കുക. ഇതേപോലുള്ള അസൈൻമെൻറ്റ്സ് ഞാൻ തന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഈ അടുത്തൊരു 10-15 ഡേയ്സ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ദിവസം ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു എന്താ പറയുക, ഒരു ഞാനത് ഒരു ഉദ്ദേശിക്കുന്ന ഒരു ഒരു 10 അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 10-50 വാക്കുകളോളം വരുന്ന ഒരു ലിസ്റ്റ്, അല്ലെങ്കിൽ എത്രത്തോളം മാക്സിമം വാക്കുകൾ എനിക്ക് തരാൻ പറ്റും. പക്ഷെ അതൊക്കെ ഈസി ഉള്ളതായിരിക്കും. അതിൻ്റെ കൂടൊപ്പം തന്നെ അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ്, ഞാൻ അങ്ങനെ ഒരു ഷീറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ തരാം. അത് നിങ്ങൾ ഓരോരുത്തരും അതിനകത്തുള്ള വാക്കുകളൊക്കെ നിങ്ങളുടെ ഞാൻ എല്ലായിടത്തും നോട്ട് ബുക്കും ഒരു ഇത് വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് എഴുതുക ആ വാക്കുകൾ. ആ വാക്കുകൾ നിങ്ങൾ സ്ഥിരം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള വാക്കുകളൊക്കെ അതിന് ഇഷ്ടം പോലെ കിട്ടും. എല്ലാ വാക്കൊന്നും എടുത്തങ്ങ് എഴുതിയാണ് നിങ്ങൾ പിന്നീട് ആഡ് ഓൺ ചെയ്തുകൊണ്ടാൽ മതി. വാക്കുകൾ പഠിക്കേണ്ടെന്നല്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമുള്ള വാക്കുകൾ ഞാൻ തന്നെ അതിനകത്ത് ഷെയർ ചെയ്ത് തരും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാവും. സെൻറ്റൻസുകൾ മനസ്സിലാവുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആൾക്കാർ അതിനകത്ത് ചോദിക്കുക, സാർ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതുപോലെ ബന്ധപ്പെട്ട് നിങ്ങളും കയ്യിൽ നിന്ന് കൂടുതൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് വൊക്കാബുലറി എന്ന് പറഞ്ഞ സംഭവം ആവശ്യത്തിന് അതിൽ നിന്ന് കിട്ടും. ആൾറെഡി നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട് സാധനം. വാക്കുകളൊക്കെ നിങ്ങളുടെ പക്ഷേ കറക്റ്റ് സമയത്ത് ഏത് വാക്കെന്ന് നിങ്ങൾക്ക് വരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്ത് നമ്മളെ മൈൻഡ് സെറ്റ് കൂടെ ക്ലിയർ ആവാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ എന്തായാലും ഇത് ചെയ്യും. അപ്പം അവർക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ സെഷൻസ് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫോർ ദ നെക്സ്റ്റ് ഡേയ്സ്. ഇപ്പം ഇന്ന് 5-6 ആയിട്ടുണ്ട്, ബാക്കി റിമൈനിങ് ഡേയ്സ്. അപ്പം മാക്സിമം ഇത് ചെയ്യുക. അതായത് ഞാൻ നിങ്ങൾക്കെല്ലാം പുഷ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം പുഷ് ചെയ്യും. എൻ്റെ ആ ഒരു ഇതിൽ ചാൻസിൽ നിൽക്കുന്ന ആൾക്കാർ അത്രത്തോളം ഫാസ്റ്റായിട്ട് മുന്നോട്ട് വരിക. അപ്പം അവർക്ക് കൂടുതൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബെനിഫിറ്റ്സും കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും അഡ്മിൻസിന് ഷെയർ ചെയ്യാം. അഡ്മിൻസ് അതൊന്നും ഇതുവരെ കറക്റ്റായിട്ട് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുക. ഇനി താല്പര്യമുള്ള ആൾക്ക് ഞാൻ ഇത് അസൈൻമെൻറ്റ്സ് നമ്മുടെ മെയിൻ ഗ്രൂപ്പിനകത്ത് ഇടും കേട്ടോ. എല്ലാം ഇടത്തില്ല, പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്ന രീതിയിൽ. അതിൽ ഇനി അഗ്രസീവായിട്ട് വരണമെന്നുള്ള ആൾക്കാർ അതിൽ എടുക്കുമ്പോൾ അഡ്മിൻസ് അവരെന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. കാരണം നമ്മൾ എല്ലാവരെയും പിടിച്ചിവിടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ഒരു ഗ്രൂപ്പായി പോകും. അപ്പോൾ നമുക്ക് കുറച്ച് വരുമല്ലോ. അവർക്ക് റിസൾട്ട് വരുമ്പോൾ അടുത്ത ആൾക്കാർ കണ്ടിട്ട് അയ്യോ എങ്ങനെയാണ് ഇതൊക്കെ ഇത്രയും ഫാസ്റ്റ് ആയത്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇന്ന കാര്യങ്ങളും കൂടെ നമ്മൾ അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. മെയിൻ ഗ്രൂപ്പിനകത്ത് അത്രത്തോളം ഒന്നുമില്ല. പുള്ളി ഒരുപാട് അസൈൻമെൻറ്റ്സും ഒരുപാട് കാര്യങ്ങൾ ഒരു ഏരിയാസൊക്കെ നമുക്ക് അതിനകത്ത് പുള്ളി നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വന്നതെന്നുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ആരെങ്കിലും 2 ദിവസം ഇരുന്നിട്ട് വീണ്ടും പഴയതുപോലെ ബാക്കിലോട്ട്, അതായത് വരാതെ ഇരിക്കുകയെല്ലാം ചെയ്ത് അവരെ ഞാൻ പിടിച്ച് വീണ്ടും നമ്മുടെ പഴയ ഗ്രൂപ്പിലോട്ട് അങ്ങ് മാറ്റിയിടും. കാരണം നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരല്ല വേണ്ടത്, കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വേണ്ടത്.
അറ്റ് എനി ഞാൻ എന്ത് വന്നാലും ശരി തന്നെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടേ ആ ഒരു ഇതിൽ വന്നിട്ടേ ഞാൻ നിർത്തൂ എന്നുള്ള ഡെഡിക്കേഷനോട് കൂടിയ ആൾക്കാരെ മാത്രം മതി അവിടെ. അല്ലെങ്കിൽ പിന്നെ റിസൾട്ട് കിട്ടത്തില്ല. ഈ 30 ഡേയ്സ് ഒന്നുമല്ല. 30 ഡേയ്സ് കൊണ്ടൊന്നും ഒരാൾക്ക് അത്രത്തോളം സ്പീഡിൽ വരണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം വർക്കൗട്ട് ചെയ്യണം അത്. ഞാനപ്പോൾ ആ രീതിയിലല്ല കൊണ്ടുപോകുന്നത്. ഞാൻ ഇംഗ്ലീഷിൻ്റെ എല്ലാ ഏരിയയും ഞാൻ കവർ ചെയ്യുന്നില്ല. കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് നമുക്ക് പഠിച്ചാലും തീരുന്നില്ല. ഓരോ ദിവസവും പുതിയ പുതിയ വാക്കുകൾ വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ തന്നെ ഞാൻ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്താണ് പോകുന്നത്. നിങ്ങൾ സ്കൂളിൽ പഠിച്ച രീതിയിലല്ല ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് പോരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിന് ഈ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവണം എന്നുള്ള ഒരു ഉദ്ദേശം വച്ചുകൊണ്ടാണ് ഇവിടെ ക്ലാസ് എടുത്തു വരുന്നത്. പറഞ്ഞു മനസ്സിലായി. നിങ്ങൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നാലും, നിങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇവിടെ പോയിരുന്നാലും അവരെടുക്കുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല. അവർ ചിലപ്പോൾ നിങ്ങളെ സംസാരിക്കും, അപ്പോൾ നിങ്ങൾക്ക് പല വാക്കുകൾ കിട്ടത്തില്ല, പിന്നെ അവർ കുറേ ഇത് അസൈൻമെൻറ്റ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി മെത്തേഡിലൂടെയൊക്കെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ നിങ്ങൾ സംസാരിപ്പിക്കുക, അത്രേ ഉള്ളൂ. അതിനകത്ത് ഞാനിവിടെ നിങ്ങൾക്ക് ഗ്രാമർ അത്രത്തോളം വരുന്നുണ്ടോ ഒന്നും ഞാൻ ബോധർ ചെയ്യുന്നില്ല. അപ്പോൾ അത്ര ഡെഡിക്കേഷനുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ പറഞ്ഞ ചലഞ്ചിൽ ആദ്യം വിജയിക്കാൻ പറ്റുള്ളൂ. വിജയിക്കുക ആദ്യം അതിൽ വിജയിക്കുന്ന ആൾക്കാർ റിയലി അവർക്ക് ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഫർദർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഇപ്പം തന്നെ ഒത്തിരി പേര് ഞാൻ കാണുന്നുണ്ട്, നല്ല രീതിയിൽ അവരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കമ്മിറ്റഡ് ലിസ്റ്റിനകത്ത് ഞാൻ അവരെ ഇതാക്കിയത്. ഞാൻ ചൂസ് ചെയ്യില്ല, അഡ്മിൻസിനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അവരതിനകത്ത് ഇതായിട്ടുള്ളൂ. പക്ഷേ ഈ കമ്മിറ്റഡ് ലിസ്റ്റിൽ വന്നിട്ട് സാർ ഞാനവിടെ വന്നല്ലോ, ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് സമാധാനമായിട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. അതും നോക്കും. ഇവിടെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ പറയും, അഡ്മിൻസിൻ്റെ പറയും ഇന്ന ആൾക്കാരെ മാറ്റിക്കൊള്ളാൻ പറയും. എനിക്ക് നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തും ഒരു ഇതില്ല. കാരണം ഞാൻ നിങ്ങളെ പലവരെയും കണ്ടിട്ട് കൂടിയില്ല. നിങ്ങളെല്ലാവരും ക്യാമറയുടെ ബാക്കിൽ ഒളിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ മാത്രമാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഇത്രത്തോളം സംസാരിക്കുന്നത്. സോ അതിൻ്റെ ലിങ്ക്സ് അഡ്മിൻ ഷെയർ ചെയ്ത് തരും, ഒന്നാമത്തെ കേസ്. പിന്നെ ഇംഗ്ലീഷ് ഒട്ടും മനസ്സിലാവാത്ത ആൾക്കാർ ഒന്ന് രണ്ട് പേരെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവർക്ക് എനിക്കറിയില്ല എന്ന് വെച്ചാൽ അവർക്ക് അറിയാം, കുറച്ച് മലയാളത്തിലേ അവർക്ക് പറ്റുന്നുള്ളൂ, പക്ഷെ അവർക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ വേറൊരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അവർ ഇതിനകത്ത് പോകും, അവർക്ക് ഒട്ടും പറ്റത്തില്ല. കാരണം അവർക്കൊന്നും പറ്റില്ല, കേട്ടാലൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. അപ്പം അവർ എന്ത് ചെയ്യാൻ പറ്റും? അവർ വേറൊരു ബിഗിനേഴ്സ് എന്നുള്ള ലെവൽ, അവർ നമ്മൾ ABCD ഒക്കെ പഠിക്കും പോലെ അവർക്ക് കുറേ പിക്ചേഴ്സും പടങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ആ രീതിയിൽ കൊണ്ടുപോകും. അവർക്ക് പക്ഷേ ഈ ഒരു മാസം കൊണ്ടൊന്നും അവർക്ക് പറ്റത്തില്ല. ഇവർ അങ്ങനെ തന്നെ കൊണ്ടുപോകും. ഓരോ ദിവസവും ചെറിയ ചെറിയ രീതിയിൽ കാര്യങ്ങൾ കൊടുത്തു കൊടുത്ത് കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ്. പിന്നെ പിന്നെ അവർ ഒന്നിച്ച് അത് ഫെമിലറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് മാറ്റാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ ജനറൽ ഒരു ഇത് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹലോ, ആരാണ് സംസാരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക്? സംസാരിക്കുന്ന ആളെ ഞാൻ ഇപ്പോൾ ഇതിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാൻ കൊണ്ടുപോവാണ്. ആരാണത്? ആരുമില്ല, ഇപ്പം ആരുമില്ല. ഷീബാബായ് മാം ഇപ്പം കയറിയതാണോ? ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് കണ്ടോ, ഇതിനകത്ത് ഒരുപാട് പേര് പുതുതായിട്ട് വന്ന് ആഡ് ഓൺ ആവുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ലിങ്ക് ഇടുന്നത് ഈ ഗ്രൂപ്പിൽ ആയിരിക്കത്തില്ല. ഓൺസ് നിങ്ങൾ മറ്റേതിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എടുത്തുള്ളൂ ഞാൻ ഇത് കണ്ടിന്യൂസ് ക്ലാസ്സിൻ്റെ ലിങ്ക്. പിന്നെ ഇതിനകത്ത് താല്പര്യമുള്ളവർക്കെല്ലാം ഞാൻ എൻ്റെ ഇതിട്ട് തരും. ഐ മീൻ യൂട്യൂബിൻ്റെ ഇട്ട് തരും. പക്ഷേ ഞാൻ കമ്മിറ്റഡ് പീപ്പിളിന് ഞാൻ മാക്സിമം ഫോഴ്സ് ചെയ്യും. അവരത് മനസ്സിലാക്കിയിരിക്കണം അറ്റ് എനി കോസ്റ്റ്. മനസ്സിലായോ? ഇതാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള കറണ്ട് പ്ലാൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിൽ എത്ര പേർക്ക് പറ്റും അവർ മാത്രം വന്നാൽ മതി. ഞാൻ ആരും ഫോഴ്സ് ചെയ്യില്ല. ഇപ്പോൾ 23 മെമ്പേഴ്സ് ഉണ്ട്, 22 പീപ്പിൾ ഉണ്ട്. എനിക്ക് അടുത്ത മാർച്ചിനകത്ത് ഇത് വേണമെന്നുള്ള ആൾക്കാർ മാത്രം അവിടെ വന്നാൽ മതി. ഇപ്പോൾ 2 പേരാണ്, 2 പേര് അവരെ എനിക്ക് മാറ്റിയാൽ മതി. അവർ മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മറ്റുള്ളവർ ചോദിക്കുക, അയ്യോ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അതായത് ഞാൻ പറഞ്ഞു, ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗുരു എന്ന് പറയുമ്പോൾ ഹി വിൽ ഓൾവേസ് നമ്മുടെ ഒരു അപ്ലിഫ്റ്റിന് വേണ്ടി ആ പുള്ളി ഏത് അറ്റം വരെയും പോകും. അതാണ് എൻ്റെ ഗുരു എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ മെൻറ്റർ എനിക്ക് പറഞ്ഞു തന്ന പാഠം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെയും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പറ്റും. അതിൽ നിൽക്കാൻ പറ്റുന്നവർ മാത്രം അവിടെ വന്നാൽ മതി. ഇല്ലാത്തവർ ഈ ഗ്രൂപ്പിൽ തന്നെ ഇരുന്നുള്ളൂ. ഈ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ. പക്ഷേ ഞാൻ ഞാൻ ഇതിലോട്ട് അധികം ഫോക്കസ് ചെയ്യത്തില്ല. അവിടെ ഉള്ള ആൾക്കാരെ മാക്സിമം ഫോക്കസ് ചെയ്യും. കാരണം എനിക്ക് ഒരുപാട് ആൾക്കാരൊന്നും അത്രത്തോളം വേണമെന്നൊന്നുമില്ല. കാരണം കുറേ കാര്യങ്ങൾ റിസൾട്ട് ഉണ്ടാവണം. ഓക്കെ ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മുതൽ പഠിക്കുമ്പോൾ കുട്ടികളുടെ ഉള്ള മെൻറ്റാലിറ്റിയിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വയസ്സപ്പം നിങ്ങൾ വിചാരിക്കണം കുട്ടിക്കാലത്ത് എങ്ങനെയാണ് നമ്മൾ, കാരണം കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന്
പഠിക്കുക അങ്ങനെയാണ്. അവരിപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്ന രീതിയൊക്കെ വിട്ടേക്ക്, അല്ലാതെ നമ്മൾ വീട്ടിൽ അവർ കളിയിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ അവർ വളരെ ആകാംക്ഷയോടുകൂടി ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കും എന്തൊക്കെയാണെന്നുള്ളത്. ഈ ഗ്രൂപ്പിൽ ഞാൻ ഇതിട്ടപ്പോൾ ഞാൻ അതിനകത്ത് നിങ്ങളടുത്ത് പറഞ്ഞു, ക്വസ്റ്റ്യൻസ് ഫോം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾ ഇങ്ങനെയാണ് ഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഐ ആം, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഐ വർക്ക് എവറി ഡേ. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കാം, അതിൻ്റെ നെഗറ്റീവ് ഫോംസും ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ വളരെ കുറച്ച് 1-2 പേരാണ് ചോദിച്ചത്, സാർ ഇതെങ്ങനെ ഇത് നെഗറ്റീവ് ഫോമിലാക്കും, ആമിൻ്റെ ഐ എന്ന് ചോദിക്കുമോ എന്ന് ചോദിച്ചു. ആദ്യം ചോദിച്ചത് എനിക്ക് തോന്നുന്നു അബ്ദുള്ള ആണെന്ന് തോന്നുന്നു, പുള്ളി ഇതിനകത്ത് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ. ഇത് ആദ്യമായിട്ട് പുള്ളിയാണ് ചോദിച്ചത്, സാർ ഇതെങ്ങനെ സാർ ഇതിങ്ങനെ മാറ്റിയെടുക്കുന്നത്. ദാറ്റ് ഈസ് പുള്ളി അത് അത്രത്തോളം എഫേർട്ട് ഇട്ട് ശ്രദ്ധിച്ചു, പക്ഷേ പലരും ശ്രദ്ധിച്ചിട്ടില്ല. രണ്ടാമത്തെ കേസ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ഔട്ട് ചെയ്യുമ്പോൾ WH ക്വസ്റ്റ്യൻസിൻ്റെ കേസ് വന്നപ്പോൾ പലരും അതേപടി അങ്ങ് ബ്ലൈൻഡ്ലി എടുത്തങ്ങ് കൊടുക്കുകയാണ്. നമ്മൾ ഒരു കാര്യം കൊടുക്കുമ്പോൾ അതിൻ്റെ മെത്തേഡൊക്കെ കറക്റ്റാണ്, പക്ഷേ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവും അതിനകത്ത് തന്നെ ഉണ്ടോ, അത് അവിടെ കറക്റ്റായിട്ടുള്ള രീതിയിലാണോ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഐ വേക്കപ്പ് എവരി ഡേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇത് ചെയ്യുന്ന സമയത്ത് വെൻ ഡു ഐ വേക്കപ്പ് എവരി ഡേ എന്നും കൂടെ പറഞ്ഞാൽ ശരിയാവുമോ? ഐ വേക്കപ്പ് എവരി ഡേ എന്നാണ് ഞാൻ പറഞ്ഞത് സെൻറ്റൻസ്. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ വെന്ന് ചേർത്ത് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും, എങ്ങനെ പറയും? റിൻഷീദ് എങ്ങനെ പറയും? ഐ വേക്കപ്പ് എവരി ഡേ നമ്മൾ വെന്ന് ചേർത്ത് എങ്ങനെ അതിനെ ഇതാക്കും, ക്വസ്റ്റ്യൻസ് എങ്ങനെ പറയും? when do you wake up every day? പോയി. വെൻ ഡു ഐ വേക്കപ്പ് എവരി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ എപ്പം, അതിനകത്ത് എവരി ഡേ എന്ന് പറയുമ്പം തന്നെ അതൊരു സമയമായി, എല്ലാ ദിവസവും എന്നുള്ളത്. വെൻ ഡു ഐ വേക്കപ്പ് അതിനകത്ത് തന്നെ അത് എവരി ഡേ എന്ന് സ്പെസിഫിക് പറയണ്ട. പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ ചില കേസുകളിൽ ആൻസർ ഏകദേശം അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇവിടുത്തെ കേസിൽ വലിയ പ്രശ്നം വരില്ല, പക്ഷേ ഇത് ഓക്കെയാണ്. വെൻ ഡു ഐ വേക്കപ്പ് എവരി ഡേ, എല്ലാ ദിവസവും ഏത് സമയത്താണ് നീ എഴുന്നേൽക്കുന്നത് എന്നുള്ള രീതിയിലേ പറ്റത്തുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങളുടെ ആ സെൻറ്റൻസ് ഞാൻ കറക്റ്റായി ഓർക്കുന്നില്ല, ചില സെൻറ്റൻസുകളിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ ആൻസറും അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ആൻസർ വരുന്ന പോർഷൻ മാറ്റിയിട്ട് വേണം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ. അത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം, ബ്ലൈൻഡ്ലി എടുത്ത് അങ്ങനെ കൊടുക്കരുത്. വെന്ന് മാത്രമല്ല, ചില കേസുകളിൽ ബാട്ട് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കൊടുക്കുന്നത്. അത് പലരും അതിനകത്ത് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട് WH ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. കാരണം നമ്മുടെ ഫോർമുല അതേപടി എടുത്ത് കൊടുക്കുമ്പോൾ കാരണം അത് കറക്റ്റാണ്, പക്ഷേ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആൻസറും വരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആൻസറും കൂടെ വരും. ആൻസർ നമ്മൾ രണ്ടാമതാണ് അതിൻ്റെ ഇത് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ ആൻസർ അതിനകത്ത് പറയത്തില്ല. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ കുഴപ്പമില്ല, കാരണം എല്ലാ ദിവസവും എപ്പോഴാണെന്നുള്ളത് സമയമാണ് വരുന്നത്. ചില സമയത്ത് അതിനകത്ത് സ്പെസിഫിക്കലി വെന്നല്ല, വേറെ ഒന്നിൻ്റെ കേസ് ഞാനത് കറക്റ്റ് സെൻറ്റൻസ് ഓർക്കുന്നില്ല. അതിന് ഞാൻ അതിനകത്ത് പോയിന്റും ചെയ്തു, ഇത് തെറ്റാണെന്ന് പറഞ്ഞ് പലരുടെയും ഞാൻ പോയിന്റ്. 1-2 സമയങ്ങളിൽ ഞാനത് എടുത്ത് ലിസ്റ്റ് ഔട്ടും ചെയ്ത് എഴുതി അയക്കുകയും ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മുടെ സെഷൻ ചിലപ്പോൾ ഉടനെ കട്ടാവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും സെയിം ലിങ്കിൽ തന്നെ ഒരിക്കൽ കൂടെ കയറണം കേട്ടോ. ഓക്കെ, അപ്പം പറഞ്ഞു വന്ന ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇനി അപ്പം ഇതേപോലെ തന്നെയാണ് അങ്ങോട്ടുള്ള ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതേപോലെ തന്നെ ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പിന്നെ രണ്ടാമത്തെ കേസ്, നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രാക്ടീസിങ് സെഷന് വിളിക്കുമ്പോൾ ക്യാമറയുടെ ബാക്കിൽ ഒളിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ അന്നത്തെ പോലെ ഒരു സ്പിൻ വീല് വെച്ചായിരിക്കും ആളുകളെ ചൂസ് ചെയ്യുന്നത്. കറക്റ്റാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വരിക, സംസാരിക്കുക. സാറേ എനിക്ക് വാക്കുകളൊന്നും കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ. ഞാൻ തെറ്റുകൾക്ക് എപ്പോഴും അതിൻ്റെ രീതിയിലുള്ള നമുക്ക് ഇത് ചെയ്യണം. കാരണം തെറ്റുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒത്തിരി തെറ്റുകൾ എൻ്റെ മെൻറ്റർ ഉള്ള സമയത്ത് ഞാൻ ഒത്തിരി തെറ്റുകൾ ഉണ്ടാക്കാറുണ്ട്. പിന്നീട് ഞാൻ അതിന് കൂടെ ശ്രദ്ധിക്കും. കാരണം പുള്ളി നമുക്ക് പറഞ്ഞു തന്നെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ് കേട്ട് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് കറക്റ്റ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും പ്രസൻറ്റ് കണ്ടിന്യൂസിലും ഏതൊക്കെ സെൻറ്റൻസ് കിട്ടിയാലും നിങ്ങൾക്ക് ഈ പറയുന്ന 6 ഫോംസിലോട്ട് മാറ്റാൻ പറ്റുന്ന എത്ര പേർക്ക് അത് ആയിട്ടുണ്ട്? വളരെ ഈസി അല്ലേ? വളരെ ഈസിയാണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ച രീതിയിലൊന്നുമല്ല, ആ കഥയിലൂടെ നമ്മൾ വന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇത് വളരെ സിമ്പിളാണ്. ഒന്നുമില്ല, അതിൻ്റെ റൂൾസ് മാത്രം ഓർത്തിരിക്കുക. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ റൂൾസ് ഒന്ന് വേഗം പറയാമോ? ആർക്ക് പറയാം? സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ്. എന്താ മാം കേട്ടില്ല ഒന്ന്. സബ്ജക്റ്റ് ആ ബേസ്
എഴുതുക അല്ലെങ്കിൽ എസ് ഫോം എഴുതുക പ്ലസ് ഒബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഓ, ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഇതായിട്ട് പറഞ്ഞത്. അല്ല, ബേസ് വെർബ് എഴുതുക അല്ലെങ്കിൽ അതിന്റെ കൂടെ എസ് ഇട്ട് കൊടുത്തിട്ട് എഴുതുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക സബ്ജക്റ്റിനനുസരിച്ച്, എന്നിട്ട് പിന്നെ അവസാനം ഒബ്ജക്റ്റ് എഴുതുക. എസ് ഇട്ട് കൊടുത്തിട്ട് എഴുതുമ്പോൾ എല്ലാം ശരിയാവുമോ അങ്ങനെ? ഏതാണ് അതിനകത്ത്? അല്ല, ഇതിനകത്ത് എന്താ? ഒന്നെങ്കിൽ അതാ മാം, ഇതിനകത്ത് ഒന്നെങ്കിൽ ബേസ് ഫോം ഇതിനകത്ത് വരുന്ന അല്ലെങ്കിൽ അതായത് ഉം. ഹീയും ഷീയും ഇറ്റും ഒക്കെ വരികയാണെങ്കിൽ എസ് എന്നുള്ള അത് ഇട്ടിട്ട് എഴുതുക. അതായത് ഏതാണ് ഡസ് ഫോം ഇട്ട് എഴുതുക. ഏതാണ് എസ് ഫോം? അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ ഗോ എന്നാണെങ്കിൽ ഗോസ്, പിന്നെ അതേപോലെ പ്ലേ എന്നാണെങ്കിൽ പ്ലേസ്, അങ്ങനെ എസ് എന്നുള്ള അവസാനിക്കുന്ന രീതിയിലുള്ളതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, അതായത് അതിന്റെ ഒരു പ്ലൂറൽ ഫോമിലോട്ട് മാറ്റി എഴുതുക. ശരി. ഇനി അതിന്റെ ഇതാക്കുമ്പോഴോ? ശരി, ബാക്കി ബാക്കി പറഞ്ഞേക്കൂ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ 6 പിന്നെ ഫോംസ് പറഞ്ഞു. ഐ യു അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ ബേസ് ഫോം, അതായത് എസ് ഒഴിവാക്കിയിട്ടുള്ള, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത്, അങ്ങനെ പറഞ്ഞേ. ഓക്കെ, ശരി, പറഞ്ഞോളൂ. പിന്നെ ഇനി എന്താണ്? ഞാൻ 6 ഫോംസ് പറഞ്ഞില്ലായിരുന്നു അതിനകത്ത്? ഏതൊക്കെയാ 6 ഫോംസ്? ഏതൊക്കെയാ സിംഗുലറിൽ ഞാൻ പറഞ്ഞ 6 സിംഗുലറിൽ പറഞ്ഞ 4 ഏതൊക്കെയാ? സിംഗുലറിൽ പറഞ്ഞത് ഐ യു വി ദേ എന്ന് പറയുമ്പോ ഐ ഗോ, വി ഗോ, ദേ ഗോ. ദേ സിംഗുലർ അല്ലല്ലോ, ദേ പ്ലൂറൽ ആണ്. ദേ ഫോംസ് ദേയും വിയും പ്ലൂറൽ ആണ്. ഹി വരുമ്പോ ഹി ഗോസ്, ഷീ ഗോസ്, അങ്ങനല്ല. അതെ അതെ. എന്താണ് ഈ ഹീം ഷീ എന്നൊക്കെ പറഞ്ഞ്? ഹി എന്ന് പറഞ്ഞാൽ അവന്, ഷീ എന്ന് പറയുമ്പം അവൾ പോവുകയാണ് എന്ന് പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ. അതെ, മൂന്നാമതൊരാളെ പറയുന്ന കേസാണ്. അതായത് ആദ്യം ഞാൻ പറയുമ്പോൾ ഐ, ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ, യു വേറെ രണ്ടാമതൊരാളെ കുറിച്ച് പോയിന്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സെക്കൻഡ് പേഴ്സൺ. ഇനി മൂന്നാമതൊരാൾ ഹി, ഷീ, അല്ലെങ്കിൽ അഹമ്മദ്, അല്ലെങ്കിൽ ജോസ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അതായത് മൂന്നാമതൊരാളെ പോയിന്റ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഈസ് തേർഡ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗുലറിനകത്ത് വരുന്ന 3 ഡിഫറെൻറ്റ് പേഴ്സൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്ലൂറലിനകത്ത് വരുമ്പോഴാണ് വിയും ദേയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിൽ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് തേർഡ് പേഴ്സൻ്റെ കൂടെയാണ് നമ്മൾ ഈ പറയുന്ന എസ് ആഡ് ഓൺ ചെയ്യുക. അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, കാരണം അതിനകത്ത് ഒരു വെർബ്, ഒരു ഓക്സിലറി വെർബ് അതിനകത്ത് ഹിഡൻ ആയിട്ട് ഇരിപ്പുണ്ട്. ഏതാണ് ആ ഓക്സിലറി വെർബ് എന്ന് അറിയാമോ മാം? ഏതാണ് ആ ഓക്സിലറി വെർബ്? അല്ല, അതെ, ഡു ആൻഡ് ഡസ്. അതായത് എസ് വരുമ്പോൾ ഡസ് ആയിട്ട് പറയും. ഓക്കെ, ആ എസ് എടുത്ത് പുറത്തെടുത്ത് നമ്മൾ ഡൂവിൻ്റെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോർമലി ഹീം ഷീ എന്ന് പറയുമ്പോൾ നമ്മൾ ഡസ് എന്ന് ഇത് ചെയ്യും, മറ്റതിൻ്റെ കൂടെ എല്ലാം നമ്മൾ ഡു ആണ് ഇട്ട് പറയുന്നത്. ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ച റൂള്. ഇനി നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും? വളരെ എളുപ്പമാണ്. ഡൂനെയും ഡസിനെയും എടുത്തിട്ട് പുറത്തേക്ക് ഇടുക. അതപ്പോ ഐ ഗോ എന്നാണെങ്കിൽ ഡു ഐ ഗോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഇതിന് എങ്ങനെ ഷീ ഗോസ് ടു മുംബൈ എന്നാണെങ്കിൽ ഡസ് ഷീ ഗോ ടു മുംബൈ. ഡസ് ഷീ ഗോ എന്നുള്ള രീതിയിൽ വരും അല്ലേ? ശരി. ഇനി ഇതിനെങ്ങനെ നെഗറ്റീവ് ഫോംസിലാക്കും? നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഐ ഡസിന്റ് ഗോ, അല്ല ഐ ഡോണ്ട് ഗോ, ഷീ ഡസിന്റ് ഗോ, അങ്ങനെയുള്ള രീതിയിൽ. അതായത് നോട്ടും കൂടെ ചേർക്കും അതിൻ്റെ കൂടെ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്യും. ഓക്കെ, ഇനി ഇതിനെങ്ങനെ WH ഫോംസിലാക്കും? ഇതിന്റെ മുന്നിൽ ഇപ്പൊ എന്താണ് എന്നാണെങ്കിൽ വാട്ട് ഡസ് ഷീ ഡു. വെൻ എന്നാണെങ്കിൽ വെൻ ഡസ് ഷീ ഗോ. പിന്നെ സബ്ജക്റ്റിനനുസരിച്ച് ഡു ഓർ ഡസ് എന്ന് ആഡ് ചെയ്യും. അപ്പം WH ക്വസ്റ്റ്യൻസ് അതേപോലെ എങ്ങനെ നെഗറ്റീവ് ഫോംസിലോട്ടാക്കും? നെഗറ്റീവ് ഫോംസിലേക്ക് ആവുമ്പോ ഡസിന്റ് ഹി ഗോ. അല്ലല്ല, ഞാൻ WHന്റെ നെഗറ്റീവ് ആണ് ചോദിച്ചത്. അതേപോലെ തന്നെ വൈ ഡസിന്റ്, വൈ ഡോണ്ട്. യെസ്, കറക്റ്റ്. അപ്പൊ അതിനോട്ട് തന്നെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് നെഗറ്റീവ് ഫോംസിലോട്ട് നമ്മൾ ആക്കാൻ പറയുമ്പോൾ നോട്ടിന്റെ ഫോം, അത് ഒരു എന്താ പറയാ, ചേർത്ത് എഴുതുമ്പോഴാണ് നമ്മൾ ഡസിന്റ്, ഡോണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിൽ എഴുതുന്നത്. നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ വേണമെന്നില്ല, പക്ഷെ പറയുമ്പോൾ നമ്മൾ വൈ ഡസിൻ ഹി ഗോ, എന്തുകൊണ്ട് അവൻ പോയില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ചിലയിടത്തൊക്കെ നമ്മൾ പറയുമ്പോൾ ഉത്തരം പറയുമ്പോൾ ഇതിന്റെ അവസാനം ഈ ഒബ്ജക്റ്റും കൂടെ വരും. പക്ഷെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അതും കൂടെ എടുത്ത് വയ്ക്കരുത്.
അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് എപ്പോഴും പറയുന്നത്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന സമയത്ത് അവസാനത്തെ ഒബ്ജക്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, എല്ലായിടത്തൊന്നും ആവശ്യം വരത്തില്ല, അത് നമുക്ക് അങ്ങ് സ്കിപ്പ് ചെയ്യാം. കാരണം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന് ആണ് നമ്മൾ ആൻസറിനകത്ത് പലപ്പോഴും പലയിടങ്ങളിലും പറയേണ്ടി വരിക. അപ്പം നമ്മളത് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പറയരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ഇനി രണ്ടാമതൊരു കേസ് ഞാൻ പറഞ്ഞു, ഏതാണ്? കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച്. കണ്ടിന്യൂസ് ടെൻസ് വളരെ ഈസിയാണ്. അതിനകത്ത് ഹിഡൻ ആയിട്ട് ഒന്നുമില്ല. എന്താണ് മാം വേഗം പറഞ്ഞേ? കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ സെഷൻ ഉടനെ കട്ടാവും. ജസ്റ്റ് വേഗം പറഞ്ഞേ കണ്ടിന്യൂസ് ടെൻസിൻ്റെ റൂൾസ് ഒന്ന് വേഗം പറഞ്ഞേ. സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബിന്റെ ing ഫോം. ഓ വെരി ഗുഡ്. ഓ ഓക്കെ, സൂപ്പർ. പിന്നെ എക്സാമ്പിൾസ് പറയാമോ? 1-2 എക്സാമ്പിൾസ് പറയാമോ ഏതൊക്കെയാണെന്നുള്ളത്? I am writing, she is running, they are waiting, they are sleeping. ഓക്കെ, ഇനഫ്. മാം അതിപ്പോൾ എല്ലാ കാര്യം അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം വളരെ എളുപ്പമാണ്. കാരണം ഒന്നുമില്ല, ക്വസ്റ്റ്യൻസ് ആക്കാനൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആക്കാം. എന്താണ്? നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്. നമ്മൾ വളരെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പാട്. കാരണം മലയാളം വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്, നമ്മൾ ഒരു പാടുമില്ല. നമ്മൾ പക്ഷേ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് സ്കൂളുകളിലൊക്കെ അത്രയും ഫോഴ്സ് ചെയ്ത് പഠിച്ചുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇന്ന് പാടായിട്ട് തോന്നുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും വരെയാണ് നമ്മൾ നേരത്തെയുള്ള സെഷനകത്ത് പഠിച്ചത്. ഓക്കെ. നമ്മുടെ സെഷൻ ഇപ്പോൾ ഏതാനും നിമിഷത്തിനകത്ത് കട്ടായി കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ കയറുക. നമുക്ക് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ അതിലോട്ട് നമുക്ക് ഇത് ചെയ്യാം. ഏതാനും നിമിഷത്തിനകത്ത് കട്ടാവും കേട്ടോ. ഓക്കെ. അപ്പം ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതേപോലെ ആക്റ്റീവായിട്ട് ഇപ്പം മാം ഉണ്ടോ ആക്റ്റീവായിട്ട് ക്യാമറയിൽ വന്നാൽ സംസാരിച്ചത്, ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ മുന്നോട്ട് വരണം. അപ്പോൾ നമ്മൾ ഡെഡിക്കേറ്റഡ് ലിങ്ക്സിൻ്റെ ഇത് നിങ്ങളുടെ അഡ്മിൻസിൻ്റെ നിന്ന് മേടിക്കുക. അഡ്മിൻസ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ അതിലോട്ട് കയറുക. അപ്പോൾ അവരായിരിക്കും ഇനി മുതൽ ഞാൻ സെഷൻസിൻ്റെ ലിങ്ക്സ് അതിലായിരിക്കും ഞാൻ ഇടുന്നത്. ഓക്കെ. നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഉണ്ടാകത്തില്ല അതിലോട്ട്. പക്ഷേ ഈ അസൈൻമെൻറ്റ്സ് ഒക്കെ ഇതിൽ ഇടും കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ അതിലോട്ട് സ്വിച്ച് ചെയ്യും. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് അതിനകത്ത് വരേണ്ടത്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക്